അന്തേവാസി വാണിരുങ്കാലം കോട്ടിലൊക്കെ പായണ കുതിര അന്തേവാസി വാണിരുങ്കാലം കോട്ടിലൊക്കെ പായണ കുതിര. കൊച്ചിയിൽ നിന്ന് ഒരു കിടിലം വൈബ് പിടിച്ചാലോ? ആ വൈബിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ? കുറച്ചുകൂടെ നമുക്ക് കേൾപ്പിച്ചു തരാം. അടിപൊളി വൈബ് കേൾപ്പിച്ചു തരാം. കേൾക്കുന്നുണ്ടോ? ആ വൈബ് പിടിക്കുന്ന ആളെ കണ്ടാൽ നിങ്ങൾ ഞെട്ടും കേട്ടോ. വെള്ളം തിളപ്പിച്ച് നമ്മ മുന്നാടി വിട്ടരുന്നേ നിങ്ങളെല്ലാം കാക്കയെ പോലെ കരുന്നേ കലത്തിലെ വെള്ളം തിളപ്പിച്ച് നമ്മ മുന്നാടി വിട്ടരുന്നേ നിങ്ങളെല്ലാം കാക്കയെ പോലെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ വൈബ്. ഞാൻ ചേട്ടന്മാരെ കൊണ്ട് കൊട്ടിച്ചപ്പം എന്റേത് അപതാളമായിരുന്നു. അപതാളം എന്നല്ലേ ചേട്ടാ പറയുന്നത്? എന്നെ സൂക്ഷിച്ചും കണ്ടൊക്കെ കൊണ്ടുവന്ന്. ഞാൻ പ്രത്യേകിച്ച് ചേട്ടനെ പരിചയപ്പെടുത്തണ്ടല്ലോ, നമ്മുടെ സ്വന്തം ബൈജു ചേട്ടൻ. ചേട്ടാ ഹായ്. വർഷം 1.5 പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് കിട്ടിയത്. ഫോണും ഇല്ല, ഒന്നുമില്ല. എപ്പോ വിളിച്ചാലും എവിടെയെങ്കിലും ഒക്കെ ഇന്റർവ്യൂ തരാന്നൊക്കെ പറയും. പുതിയ ഇപ്പം പടത്തിൽ ഏതാ ചേട്ടാ അഭിനയിച്ചേക്കുന്നത്? ടൂവിലുണ്ട്. ആക്ഷൻ ഹീറോ വിജു ടൂവിലുണ്ട് ഉറപ്പിച്ച്. അതും ഇതുപോലെ കൊട്ടാണോ? അറിയത്തില്ല, അതൊരു ആയിരിക്കാം. ഞാൻ കൊട്ടുകാരെയൊക്കെ കൊണ്ടുവന്നിട്ട് ചേട്ടൻ സ്റ്റക്ക് ആയിട്ടിരിക്കും. അതെ, ലൂസ് അടിച്ച് ഇങ്ങനെ ഇരിക്കാണ്. പേരെങ്ങനെയാ? സുഭാഷ് ചേട്ടന്റെ കൂട്ടുകാരനാ? ഞാൻ ഈ ചേട്ടനെയാണ് രാവിലെ ഫോൺ വിളിച്ചിട്ട് കിടക്കപ്പായെന്ന് വിളിച്ചിട്ട് കഞ്ഞി കുടിച്ചിട്ട് ചേട്ടന്റെ വീട്ടിൽ പോയി ഒക്കെ കൊണ്ടുവന്നതാണ്. സുഹൃത്തിനോടുള്ള ആത്മാർത്ഥതയാണ് ഞാൻ എന്റെ സിനിമയിലൊക്കെ എത്തിക്കാനുള്ള എല്ലാ കാര്യത്തിലും എന്റെ ചങ്കായിട്ട് നിൽക്കാം. ചേട്ടന്റെ പേരെന്നാ? പ്രഭാത്. ക്യാമറാമാനാണ്. ആണല്ലേ? ഓ, വെറുതെ അല്ല, ഞങ്ങളുടെ ജിമ്പൽ എന്നൊക്കെയുള്ള വലിയ ടൈറ്റ് ഡയലോഗുകളൊക്കെ കേട്ടിരുന്നു. എന്റെ ചേട്ടനാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ചേട്ടന്റെ പേരെന്നാ? സജി. സജി. ഇന്ന് ആരും പണിക്കൊന്നും ഇല്ലേ? ഞാൻ പണിക്ക് വന്നാ, നിങ്ങക്ക് പണിയൊന്നും ഇല്ല? ഞാനിവിടെ ഒരു ചാലില് നിൽക്കുന്നു. ചാലിലോ? നമ്മളിപ്പോ കണ്ട ചാലില് പെടക്കുന്ന ഫ്രഷ് മീൻ കിട്ടുന്നത്. അതെന്നോട് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ചാലിൽ ഞാനാ നിൽക്കണ. രാവിലെ പാട് മീനിന്റെ പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മള് ഫ്രീ ആണ്. പിന്നെ അടിച്ചുപൊളി. വെളുപ്പിനെന്ന് പറഞ്ഞ എപ്പാ? വെളുപ്പിനെന്ന് പറഞ്ഞൊരു 3 മണിയാകുമ്പോ ആൾക്കാർ വരും മീൻ പിടിക്കാൻ. 3 മണിക്കാ? ഇവിടെ അങ്ങനെ 1 മണിക്കൊക്കെ ഇറങ്ങും. ഇപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞേക്കണോണ്ട് 3 മണിയാകുമ്പോ ആൾക്കാർ വന്ന് ബീച്ച് തുടങ്ങി ഒരു 6-7 മണിയാകുമ്പോ എല്ലാരും കയറും. ആ ടൈമാണ്. അല്ല, 6 മണി ലേലം തുടങ്ങുമ്പോ ഒരു 6 മണിയൊക്കെ. ഒരു മീനിനെ കൊന്നേച്ച് പറയാ പെടക്കണ മീൻ. ശ്വാസം കിട്ടാതെ ഒരെണ്ണത്തിനെ കൊന്നിട്ട് പറയാം പെടക്കണ മീനെന്ന്. ക്രൂരനാവരുതേ പ്രഭാതേട്ടാ. ഇവിടെ പക്ഷി നിരീക്ഷകരൊക്കെ ഇവിടെ വരും. ഒത്തിരി പക്ഷികൾ. ഓ, നമ്മള് വന്നപ്പോഴും കണ്ടു. നല്ല രാവിലെ ഇവിടെ മറ്റേ എന്താണ് പക്ഷിയുടെ പേര് പുറത്തുനിന്ന് നാട്ടുകാർ പറയുന്ന തള്ളൊക്കെ ഞാൻ വിശ്വസിക്കുവാണ്. അല്ല, 350 ഇവിടെ വന്നിട്ടുണ്ട്. രാജഹംസം രാത്രി പോലീസ് അവർക്ക് കാവല. രാജഹംസത്തിനാ? നിങ്ങളെ പേടിച്ചിട്ടാണോ രാജഹംസം? ഒന്ന് പിടിച്ച് തിന്നണമെന്ന് പറഞ്ഞാ നിയമങ്ങളുണ്ട്, അവർക്ക് കാവലുണ്ട്. ചേട്ടാ, ആക്ഷൻ ഹീറോ ബിജു 2-ൽ ഉറപ്പിക്കാൻ കാരണം കുറച്ചാളെ ഇങ്ങനെ തുടങ്ങുന്നു. അപ്പൊ വെളിയിലൊക്കെ ഇങ്ങനെ പഴയ ആൾക്കാർ തന്നെയാണ് ഇതില് ഉള്ളതെന്നൊക്കെ ഇങ്ങനെ സാറ് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കുകയാണ്. അപ്പൊ നമ്മളൊരു മറ്റേ അരസ്റ്റ സുരേഷ് എന്ന് പറയുന്നത്, അപ്പൊ പുള്ളിനോട് ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് നമ്മളൊക്കെ ഉണ്ട്
പോണോ അങ്ങനെ പറഞ്ഞ് നമ്മളൊക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിലല്ല അന്ന് ആ പാട്ട് പാടി അതെ അതെ മുത്തേ പൊന്നെ വിളങ്ങനെ ഫോട്ടോ വെച്ചിട്ടായിരുന്നു സെറ്റ് ഇട്ട് ഓ ഫോട്ടോ വെച്ചിട്ടായിരുന്നു. അത് 2 മാസം ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ പോയി അറ്റൻഡ് ചെയ്ത് ഞങ്ങളിങ്ങനെ പുള്ളിക്ക് ഒത്തിരി കുഴപ്പമില്ല. അപ്പൊ നമുക്കിങ്ങനെ കുറച്ച് ഒരു അമാന്ത അതില്ലേലും നേരാ. ചേട്ടന് ഫോണില്ല. ചേട്ടാ, ഞാൻ ചേട്ടനോട് ചോദിച്ചൊരു കാര്യമുണ്ട്. നമ്മളിങ്ങനെ ഒരു അവസരങ്ങൾക്ക് വേണ്ടി പലരും അവസരങ്ങൾക്ക് വേണ്ടി സിനിമ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചത്ത് കിടന്ന് പോവാ. ചേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നൊരു അവസരമാണ്. അപ്പൊ ചേട്ടൻ അത് യൂട്ടിലൈസ് ചെയ്തുകൂടെ? ഈ ഫോണൊക്കെ ഉണ്ടായിട്ട് ചെയ്യണം എന്നുള്ള ഇതുണ്ട്. പിന്നെ എന്ത് പറ്റി? അമിതമായിട്ടുള്ള ആഗ്രഹമൊന്നും ഇവന് ഇല്ല. കാരണം ഇത് സാധാരണ ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം എന്ന് വെച്ചാൽ വലിയ ജാടയില്ല. ഞങ്ങളുടെ കൂട്ടത്തിലാണെങ്കിലും വലിയ ജാടയില്ലാത്തൊരു മനുഷ്യൻ. പക്ഷെ എനിക്കൊക്കെ ഉണ്ട് കേട്ടോ. എന്നെ പോലെ കുറച്ച് ജാടയൊക്കെ ഇട്ട് പഠിക്കും. ഓക്കെ ചേട്ടാ, യൂട്യൂബിൽ ഒരു പാട്ട് ഇങ്ങനെ പാടിയായിരുന്നു. അതെനിക്കറിയാം. നല്ല ട്രെൻഡിങ് ആയ സംഭവം. ആ സംഭവം അത് കണ്ടിട്ടാണ് ചേട്ടൻ ഇതിൽ പടത്തിലേക്ക് എടുക്കുന്നത്. അത് നമുക്ക് അവസരത്തിലായിരുന്നു അത് ഷൂട്ട് ചെയ്യാനുള്ള. അത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. ഇതുപോലെ മീന് പിടിക്കുന്ന ഒരു അവസരം. അത് കാസർഗോഡ് നിന്ന് ഒരു കുറച്ച് പിള്ളേര് ഇവരുടെ ബന്ധുക്കൾ വരികയും അവർക്ക് ഞങ്ങള് മീന് വീശി കൊടുക്കുകയും മീനൊന്നും കിട്ടിയില്ല. അപ്പൊ ഞങ്ങള് ഒരു ബോട്ടിൽ വാങ്ങിച്ച് അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി. ഇവന്റെ പെങ്ങളുടെ വീടുണ്ട് അവിടെ. അങ്ങനെ ഇരുന്ന് ഇവൻ വസ്ത്രമൊന്നും ഇല്ലാത്ത സമയത്താണ് ഒരു മുണ്ട് മാത്രം. ചേട്ടാ, നിങ്ങൾ മണിച്ചേട്ടന്റെ പാട്ടിനെ കൊന്നു. കൊന്നു ഡയലോഗ് അങ്ങനെ. അതിന് മുഴുവൻ കമന്റ് ചേട്ടനെന്നെ കാണാറുണ്ട്. ഭയങ്കര ഇതുണ്ടായിരുന്നു പല പാട്ടിലും. നമ്മളെ ഇപ്പൊ പാട്ടുകാരാണെങ്കിലേ ഓരോ ഇപ്പൊ ഇവിടെ നിന്ന് പോയില്ലേ, അവരൊന്ന് റിമി ടോമി ചേച്ചിയുടെ ഒക്കെ കൂടെ ഒക്കെ അങ്ങനെ വർക്ക് ചെയ്യേണ്ട സമയമാണ്. അപ്പൊ റിമി ചേച്ചിയൊക്കെ ഇവിടെ പരിപാടി പ്രോഗ്രാം വരുമ്പോ പറയാറ് ആ ഭഗീനെ എനിക്കൊന്ന് കാണണമെന്ന്. അല്ല ചേട്ടൻ ആ പാട്ട് നല്ല രസമാണ്. പാണം കത്തണുമ്മ. അതിന് ചേട്ടൻ റാപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ റാപ്പ് ഒന്ന് കേൾപ്പിച്ച ചേട്ടാ. എന്നോട് പാട്ട് നിന്നത് ചേട്ടനൊരു നോട്ടം. റെഡി, നിന്നോട് കുറച്ച് മുന്നേ പറഞ്ഞതാ. ചേട്ടൻ ആ ഗ്ലാസ്സിലടിക്കുന്ന ചേട്ടൻ എന്നോട് ആവേശം കൊണ്ടാ. അന്തിക്കണ്ണെത്തുന്ന നേരത്ത് എങ്കളെന്റെ അമ്മയെ നോക്കിയിരുന്നേ. എണ്ണക്കറുപ്പുള്ളന്റെ അമ്മ മുന്നായി നെല്ലും പറിച്ചോണ്ട് വന്നേ. വെള്ളം തിളപ്പിച്ച് എന്റെ അമ്മ മുന്നാടി നെല്ലെറിഞ്ഞേ. അടപ്പിനിട്ടും കുഞ്ഞുങ്ങളെല്ലാം കാക്കയെ പോലെ കരഞ്ഞേ. കലത്തിലെ വെള്ളം തിളപ്പിച്ച് എന്റെ അമ്മ മുന്നാടി വിട്ടെറിഞ്ഞേ. അടപ്പിനിട്ടും കുഞ്ഞുങ്ങളെല്ലാം കാക്കയെ പോലെ കരഞ്ഞേ. തകതാര തകതാര ദിത്തേരാരോ തകതാര താര താര ദിത്തേരാരോ തക തക താര തക താര ദിത്തേരാരോ തക താര 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 ദിത്തേരാരോ. ആളുമാരെല്ലാരും വരുന്നേ. ആളുമാരെല്ലാരും പോയോ എന്റെ കൊച്ചട്ടനാള് വരുന്നേ. തകതാര തകതാര ദിത്തേരാരോ തകതാര താര താര ദിത്തേരാരോ തക തക താര തകതാര ദിത്തേരാരോ തകതാര താര താര ദിത്തേരാരോ. കിണക്കിന് നേരത്തെ അമ്മയെ നോക്കിയിരുന്നേ. എണ്ണക്കറുപ്പുള്ളന്റെ അമ്മ മുന്നാടി നെല്ലും പറിച്ചോണ്ട് വന്നേ. അന്തിക്കണക്കിന് നേരത്തെ അമ്മയെ നോക്കിയിരുന്നേ. എണ്ണക്കറുപ്പുള്ളന്റെ അമ്മ മുന്നാടി നെല്ലും പറിച്ചിട്ട് വന്നേ. തകതാര തകതാര ദിത്തേരാരോ തകതാര താര താര ദിത്തേരാരോ തക തക താര തകതാര ദിത്തേരാരോ തകതാര താര താര ദിത്തേരാരോ തക തക താര തകതാര ദിത്തേരാരോ
ഞാനിങ്ങനെ എന്നോട് തന്നെ അടങ്ങ് ശരണി അടങ്ങ് ഇങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് തുള്ളാൻ വേണ്ടിയിട്ടേ എണീറ്റൊക്കെ നിൽക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഓർത്തെ ക്യാമറയ്ക്ക് പറ്റിയായിട്ടല്ലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ചേട്ടാ നല്ല രസമുണ്ട്. നമുക്കറിയാം ഈ പറയുന്ന കുറേ നാടൻ പാട്ട് പാടുന്നവര് നമ്മളത് ഭയങ്കര ആസ്വദിച്ച് പാടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ താളം വരുന്നത് എൻ്റെ താളമല്ല, ചേട്ടനോട് ശ്രമിക്കും. അപ്പം അത് ഭയങ്കര ഒരു എനർജി തരുന്നൊരു സാധനമാണ്. അതെങ്ങനെ പറഞ്ഞറിയുന്നത്, നമ്മൾ കൂട്ടുകാർ കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പാടുന്നത് ഒരു ഭയങ്കര രസമുള്ള. അപ്പം ആ ഒരു ഫീല് ചേട്ടൻ്റെ ആദ്യത്തെ പാട്ടിൽ ഉമ്പായി കുച്ചാണ്ടിൽ ചേട്ടൻ റാപ്പ് ചെയ്തപ്പം അതാണ് എല്ലാവരും പറയുന്നത് മണിയുടെ പാട്ടിനെ കൊന്നു എന്ന് പറയുന്നത്. റാപ്പ് ചെയ്തപ്പം ഈ പറഞ്ഞ പോലെ അതിന് വേറൊരു വേർഷനിൽ അത് കാരണം അത് ഏറ്റവും സാഡസ്റ്റ് സോങ് അത് ഉമ്പായി കുച്ചാണ്ട്. അതായത് അമ്മ ഞാൻ കഞ്ഞി കുടിച്ചില്ല, മനസ്സിലായോ? മണിച്ചേട്ടൻ അത്രയും സങ്കടപ്പെട്ട് എഴുതിയ പാട്ടിനെടുത്തിട്ടാണ് ആദ്യമൊക്കെ ഇതിറങ്ങിയപ്പോ ഞാനപ്പോ അല്ല ഒരു ആവശ്യത്തിന് ഇങ്ങനെ അത് ഇവര് ഒരേ ഇങ്ങനെ പാട്ടൊക്കെ പാടിയപ്പോ കൂട്ടുകാരൊക്കെ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു വെറൈറ്റി. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ നാളായിട്ട് ഇങ്ങനെ ഈ സംഭവം ഇങ്ങനെ അപ്പൊ ഞാൻ ഇവർക്കൊരു വെറൈറ്റി കൊടുക്കണമല്ലോ, അങ്ങനെ അത് പാടിയതാ. അപ്പൊ ഇവരിങ്ങനെ ഷൂട്ട് ചെയ്ത് മൊബൈലിലാണല്ലോ ഷൂട്ട് ചെയ്യണം. അപ്പൊ ഇതെങ്ങനെ എന്താണെന്ന് നമുക്കറിയാം. അവരത് ഷൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ പാടുന്നുണ്ട്. ഇവര് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് വെളിവല്ല. ഞാൻ പിന്നെ ഞെട്ടിവല്ല, ഷർട്ട് പോലും ഷൂട്ട് ചെയ്തിട്ട് യൂട്യൂബിൽ ഇടും എന്നുള്ള കാര്യം ഇങ്ങനെ പോലും അറിഞ്ഞിട്ടില്ല. പക്ഷെ അത് ഭയങ്കര ഇതായിരുന്നല്ലോ. അപ്പൊ ആ ഒരു പാട്ട് കൊണ്ട് നമ്മളെ ലോകം പാടും നമ്മളെ തിരിച്ചറിഞ്ഞു. ചേട്ടൻ അതിനുശേഷം വല്ല റാപ്പിൽ കൈ വെച്ചിരുന്നോ? ഇല്ല, അത് കഴിഞ്ഞിട്ട് റാപ്പ് കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞോ? അല്ല, അത് കഴിഞ്ഞപ്പോ ഓരോരുത്തര് കൂട്ടുകാരന്മാര് നീ ഓരോ പാട്ടിങ്ങനെ ഇറക്കി പിന്നീട് ആ സിനിമ പിന്നെ സിനിമയിലേക്ക് പോയി. ആ ഒരു പാട്ടൊക്കെ ഇങ്ങനെ എബ്രസീൻ സാർ എന്നെ വിളിച്ചു. ഇന്ന പോലെ ഒരു അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെയാണ് അന്നും എന്റെ കൂട്ടത്തിലുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടി ശരിക്കും പറഞ്ഞാൽ പിന്നെ ബൈജു ഒരു പാട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. സഡൻലിയാണ് അവന്റെ കാര്യങ്ങൾ എല്ലാം സഡൻലിയാണ്. ഓരോരുത്തർക്കും വെറൈറ്റി പാടണമെന്ന് പറയും. ഒരു പാട്ട് ചെല്ലുമ്പോഴേ വെറൈറ്റി പാടുമ്പോൾ ഞാൻ വെറൈറ്റി നമ്മുടെ കയ്യിലുള്ള വെറൈറ്റി. അപ്പൊ പിന്നെ നമുക്കെന്നുള്ളത് കൊട്ടിപ്പാട്ടാ. കൊട്ടിപ്പാടെന്ന് പറയുമ്പോ നമ്മൾ അതില് എന്തെങ്കിലും വെറൈറ്റി ഒക്കെ ഇച്ചു തരാൻ കൊണ്ടുവരും. അങ്ങനെ അത് പാടിയിട്ടില്ല പാട്ട്. അപ്പൊ പാട് എനിക്ക് വേണ്ടിട്ട് പാടങ്ങോട്ട്. ഒരു ചെറിയൊരു സംഭവമാണ് അത്. കുറെ നാളെങ്കിലും മനസ്സിൽ കൊണ്ടു നടക്കണം. അത് ഇന്ന് ആദ്യമായിട്ട് ചേട്ടൻ ആ മനസ്സിൽ കൊണ്ടുവരുന്ന വികാരങ്ങളെല്ലാം നമുക്ക് അല്ലേട്ടാ.
എന്റെ പൊന്നെ പച്ചക്ക് ഇരുന്നാട്ടോ പാടുന്നത് പച്ചക്ക് ആഫ്രിക്കൻ പരാന്തരങ്ങളിൽ കണ്ടുവരുന്ന ആൾക്കാര് പറയുന്ന ഒരു ഭാഷ അത് നമ്മള് ഓരോ നാളെ ഇതിപ്പോ ഞാനിപ്പോ ഇതുപോലെയാണ് നമ്മള് എനിക്ക് തോന്നി ആ ലാംഗ്വേജ് കേട്ടപ്പോഴേ ആഫ്രിക്കൻ ആണെന്ന് മനസ്സിലായി. അതെന്താണ് അതിന്റെ അർത്ഥം ചേട്ടൻ വല്ലതും അങ്ങനെയൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇത് അതങ്ങനെ എനിക്ക് കാര്യങ്ങളാണെങ്കിൽ കാണുമ്പോഴേ നിങ്ങളുടെ വീട് ഈ എരമല്ലൂര് തന്നെ അല്ല? അടുത്ത അന്ധകാർ വഴി അല്ല ശരിക്കും പടിഞ്ഞാറ മലക്കോടം പടിഞ്ഞാറോടാണ് നമ്മളെ പ്രോപ്പർ. ചേട്ടന് ജോലി? ഞാൻ കേറ്ററിംഗ്. ഞാനിപ്പോ പറഞ്ഞില്ലേ വിളിച്ചില്ല രാവിലെ. അത് കഴിഞ്ഞപ്പോ ഞാൻ ഒരു ചെറിയൊരു പരിപാടി ഇവിടെ അമ്പലത്തിൽ ഞാൻ പറഞ്ഞ മലക്കോട് അമ്പലം അവിടെ ഒരു ചെറിയൊരു പാചകം കഴിഞ്ഞിട്ട് അതാണ് ഈ വേഷത്തിൽ നിൽക്കണം. എന്നെ ഒഴിവാക്കാൻ അങ്ങനെയല്ല ഞാൻ ഞാൻ പറഞ്ഞു എന്റെ ടീമിനോട് പണി കിട്ടിയെന്നാ ഇല്ല തോന്നുന്നു. ഒഴിവാക്കി അതെ പ്രഭാത് പറയുകയും ചെയ്തു, ഈ ബ്ലോഗറെ നീ അറിയോ, നീ പ്രഗത്ഭരായ ഒരാളാണ് ഈ വരുന്നത്, നീ പെട്ടെന്ന് അറ്റൻഡ് ചെയ്തു. അല്ല ഞാനപ്പോ പറയും സത്യം അമ്മയുടെ സത്യം അല്ല, വേണ്ടത് ഞാൻ അല്ലല്ല അല്ലല്ല സത്യം പറയുകയാണ്. ചെറിയൊരു കറികൾ വെച്ച് കൊടുക്കാൻ പോയി അവിടെ. അത് ഉത്സവമാണ്. അപ്പൊ നമ്മുടെ ഒരു സുഹൃത്തിന് വേണ്ടി വെച്ചു കൊടുത്തു. വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ, വയറ് കത്തിയാലോ എന്റെ കൊടല് കത്തണുമാ, പണം വെടഞ്ഞിട്ട് ദൈവേ ഓണം വഴക്കണുമാ, ഞാനൊരു പൂക്കളിട്ടു കാലത്തിന്റെ അമ്മയും പൂക്കളിട്ട്, അച്ഛൻ വന്നപ്പോ വൈകുന്നേരം വാളുണ്ട് പൂക്കളിട്ട്. അതെനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ചുമ്മാ സ്റ്റാറ്റസ് ഇട്ട് അപ്പൊ ചേട്ടന്റെ അതിട്ടാലും ഞാൻ ചുമ്മാ എനിക്ക് പാടാന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുണ്ടല്ലോ, നമ്മള് താളം പിടിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് അങ്ങനെ ഇട്ടതാ. ചേട്ടൻ ഈ ട്രൈബ്സിന്റെ ഇടയിൽ ഈ കഴിഞ്ഞിടയിൽ അവരുടെ കല്യാണപ്പാട്ടുണ്ട്, നല്ല രസം. ചേട്ടൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് നല്ല നല്ല മുട്ടമാരെ കണ്ടു വെച്ചോളൂ, ചെമ്പരത്തി പൂ പോലെ നോക്കി വെച്ചോളൂ, അയ്യാ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. ഞാൻ ചേട്ടൻ അയച്ചു തരാം. അത് ഭയങ്കര റെസിപ്പി. ചേട്ടൻ ഈ പറയുന്ന ഇടയ്ക്കുള്ള കുറച്ച് കേട്ട് രസം. അത് ട്രൈബ്സിന്റെ ഇത്രയും ഇതിലല്ല അവര് പാടുന്നത്. ഇപ്പൊ ഞാനത് ലിറിക്സ് പഠിച്ചുകൊണ്ടാണ് ഞാനത് തുറന്നു പാടുന്നത്. അവരിങ്ങനെയല്ല അത് പാടുന്നത്, മനസ്സിലായോ? നല്ല നല്ല മുട്ടമാരെ കണ്ട്, നല്ല നല്ല ചെറുക്കന്മാരെ കണ്ടു വെച്ചോളൂ, ചെമ്പരത്തി പൂ പോലെ നോക്കി വെച്ചോളൂ, അയ്യാ. പാട്ട് പഠിച്ചിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് ഇത് അങ്ങോട്ടല്ല അല്ലക്ക. അപ്പൊ എനിക്കൊരെണ്ണം തന്നപ്പോ ഞാൻ തിരിച്ചൊരെണ്ണം തരണ്ടേ? ഞാൻ തന്നിരിക്കുന്നു. അപ്പൊ ഞാൻ അതിന്റെ ചേട്ടന് ഒറിജിനൽ അയച്ചു തരാം. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലിപ്പോ ഞാനും വൈഫും 2 പിള്ളേര്. പിള്ളേരൊക്കെ എന്നാ എടുക്കുന്നു? പിള്ളേരെന്നൊക്കെ അതുകൊണ്ട് ഞാൻ ചോദിച്ചു, പിള്ളേരൊക്കെ +2, ഒരാള് +2 പഠിക്കുന്നു, ഒരാള് 9ാം ക്ലാസ് പഠിക്കുന്നു. അപ്പൊ പെങ്കൊച്ചു ആങ്കൊച്ചോ? 2 പെങ്കൊച്ചു. 2 പെങ്കൊച്ചു. ഞാൻ കണ്ട് ഇൻസ്റ്റയില് 4, 3, 7 ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഞാൻ കണ്ടുപിടിച്ചു. ചേട്ടന്റെ വാട്സപ്പിന്റെ സ്റ്റാറ്റസിൽ മോളാണെന്ന് തോന്നുന്നു കിടക്കുന്നത്, DP ഇട്ടിരിക്കുന്നത്. അതെന്റെ ഫോണ് കംപ്ലൈന്റ് ആയിട്ടേ കഴിഞ്ഞ ദിവസം ഒരു ബിരിയാണി പരിപാടിക്ക് പോയപ്പോ ബിരിയാണിക്ക് അത് സമർപ്പിച്ചു. ചിക്കൻ പൊരിച്ചിരുന്നപ്പോ അതിന്റെ അകത്താണ് പോയി. മൊബൈൽ ഫ്രീ ആയി. ഗോഡ്വിലിരുന്ന് ചിരിക്കുക. ചിക്കൻ ഫ്രൈ കേട്ടിട്ടുണ്ട്. മൊബൈൽ ഫ്രൈ കാറ്ററിംഗിന്റെ വർക്കാണ്. ഇപ്പൊ വർക്കുകൾ അവര് പറഞ്ഞ മൊബൈലും കൂടെ കൂട്ടി തരണം. അങ്ങനെയല്ല, നമ്മളങ്ങനെ നമ്മളെ ഇൻട്രസ്റ്റ് കൊണ്ട് ചെയ്തപ്പോഴേ ഇങ്ങനെ പാക്കറ്റിൽ നിന്ന് തൊട്ട് നോക്കാൻ വേണ്ടി എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. ജസ്റ്റ് തൊട്ട് നോക്കാൻ മൊബൈൽ എടുത്ത് ചേട്ടാ എങ്ങനെയുണ്ട് കാറ്ററിംഗ് ഒക്കെ? ഓക്കെ, കുഴപ്പമില്ല. അത്യാവശ്യം ഇപ്പൊ ഇത്ര 1/1 എടുത്തൊരു ഡിമാണ്. നല്ല അത്യാവശ്യം വർക്കുകളുണ്ട് നമുക്ക്. പിന്നെ എനിക്ക് വീട്ടിൽ തന്നെ പൊറോട്ടയുടെ പരിപാടി ഉണ്ട്. പൊറോട്ട അടിച്ച് കടകളി. ശരിക്കും പറഞ്ഞാലേ ഒരു 25 SIമാരെ റിട്ടയർഡ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ആരും ഒന്ന് സെലിബ്രേറ്റ് അങ്ങനെ അക്ഷങ്കിരി വിജയം ഇറങ്ങി. പിന്നെ ഒരുപാട് വേദികളിൽ പോയിട്ടുണ്ട്. സ്കൂൾ ഉദ്ഘാടനം, കോളേജ് ഉദ്ഘാടനത്തിനൊക്കെ പോയിട്ടുണ്ട്. കോളേജ് ഉദ്ഘാടനത്തിന് 2ാമത്തെ തിരുവത്തിക്കുന്ന ഇദ്ദേഹമാണ്. അതൊരു വലിയൊരു സാധാരണക്കാരനെ ഞാൻ സുരേഷ് ചേട്ടനൊക്കെ 15 SIമാരെ റിട്ടയർഡ് ആകുന്ന സമയത്ത് ഇദ്ദേഹം മാറിയിട്ട് റിട്ടയർഡ് ആക്കിയാണ്. വിരമിക്കണവര് ആ സമയത്ത് കേരള പോലീസിന്റെ
ബെസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടും. അതുകൊണ്ട് നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കാനൊക്കെ അല്ല ചേട്ടൻ ആ ഒറ്റ പാട്ടുണ്ട് നമ്മൾ കേരളത്തിൽ വൈറലായതാണ്. പിന്നീട് ആക്ഷൻ ഹീറോ ബിജുവിൽ ആ ഒരൊറ്റ താളം പിടിക്കുന്ന ഒരു ഹിമണ്ടൻ പ്രേമകഥയിൽ അഭിനയിച്ചുണ്ടോ? ഏതാ ഹിമണ്ടൻ പ്രേമകഥ ഹിമണ്ടൻ പ്രേമകഥ, ഒരു അതെന്റെ ഈ പാട്ടാ വായിപ്പിച്ചാണ്ട് ഞാനും ദുൽഖറും സായിപ്പുമാതൊക്കെ ഇരുന്ന് ഒരു കടയിൽ ചെറുതായിട്ട് തന്നെ ഒരു ചെറുതായിട്ട് കാണിച്ചു. ദുൽഖറിനെ വലുതായിട്ടല്ലേ കണ്ടേ? പിന്നെ അവിടെ ഇരിക്കാൻ പറ്റില്ല. അത് തന്നെ പിന്നെ ചുമ്മാ നിങ്ങളുടെ കൂടെയൊക്കെ ഞങ്ങൾക്കാണ് സന്തോഷം. ആക്ഷൻ ഹീറോ ബിജുവില് പോയി കഴിഞ്ഞപ്പോഴേ ഇവന്റെ വീടൊരു ചെറിയ വീടായിരുന്നു. അപ്പൊ അവിടെ ഒരു നേരെ തൂണ് കൊടുത്തിട്ടുണ്ട്, ഇത് വീഴാതിരിക്കാൻ. ഒരു പണ്ടത്തെ വീട് ഓടും വരെ അതിന്റെ മല്ല് വീഴാതിരിക്കാൻ ഒരു തൂണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ തൂണൊക്കെ പറിച്ച് വെയിലൊക്കെ പൊളിച്ച് ആളുകൾ ഇങ്ങനെ കേറി ചരിത്രല്ലേ എന്നെ പോയെന്നൊക്കെ വിളിക്കാം, നാളെ വീട്ടിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഈ കാര്യം ഏതൊരു കൂട്ടുകാരൻ അറിഞ്ഞിട്ട് മൈക്ക് സൈക്കിളും ബൈക്കുമായിട്ട് ഇറങ്ങി കാണല്ലേ. അപ്പൊ ഞാൻ അപ്പൊ എന്നോട് പറയും അവിടെ കൂട്ടുകാരൊക്കെ ഉണ്ടാവും എന്നോട് ചോദിച്ചു. നമ്മുടെ കൂട്ടുകാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും, പോയി നിങ്ങടെ വന്നേച്ചാ മതി എന്ന് പറയും. അപ്പൊ 6 വന്നപ്പോ എന്നോട് 10 മണിയാ പറഞ്ഞ. അത് കഴിഞ്ഞപ്പോ പിന്നെ വന്ന് 7 മണിയായി വന്നപ്പോ വന്നത് പുകില്ല. ഞാനിപ്പോ എല്ലാ സെറ്റിങ്ങുകളും ചെയ്തിട്ടുള്ള ബാൻഡിങ്ങൾ ഉൾപ്പെടെ ഞാൻ എല്ലാം നമ്മളെ വീട്ടിലൊക്കെ ഒരു തിളങ്ങി നിൽക്കുന്ന താരം അത് ഒന്നിച്ച് അഭിനയിച്ച അതൊക്കെ ഭയങ്കര ഇതായിരുന്നു. വീട്ടിൽ രാവിലെ നോക്കുമ്പോഴേ ഒരു 2 കൂട്ട ചെരുപ്പുണ്ട് എന്റെ വീട്ടിൽ, കൂട്ടി വെച്ചേക്ക്. ഇപ്പോഴും എല്ലാതും വീട്ടിലെ തൂണ് കിട്ടിയിട്ടില്ല ഇപ്പോഴും. അതെ, ഈ വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ അന്ന് കൊണ്ടുപോയ തൂണ് ചേട്ടൻ ഇവിടെ എത്തിക്കേണ്ടതാണ് അല്ലേ? മുളയുടെ തൂണായിരുന്നു. വീടൊക്കെ അടിപൊളിയാക്കിയില്ലേ? ആയിക്കൊണ്ടിരിക്കുന്നു. നടക്കുന്നേ. ചേട്ടൻ ഇഷ്ടപ്പെട്ട വേറെ ഏതാ പാട്ടുള്ളത്? പഞ്ചവർണ്ണക്കിളി ഒക്കെയാണ് നമ്മള് പാടിക്കാൻ എനിക്കറിയാത്തില്ല. പഞ്ചവർണ്ണക്കിളി ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ, പഞ്ചവർണ്ണക്കിളി ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ, കണ്ണം നടച്ചാലോ കാണാം കണ്ണിനഴകുള്ളോളേ, പൊന്നും പൂവേ നിന്നെ കാണാ എന്തോരഴകാണെന്നേ, ചെമ്പകപ്പൂമലരേ എന്റെ ചെമ്പകപ്പൂമലരേ, പഞ്ചവർണ്ണക്കിളി ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ, കണ്ണം നടച്ചാലോ കാണാം കണ്ണിനഴകുള്ളോളേ, പൊന്നും പൂവേ നിന്നെ കാണാ എന്തോരഴകാണെന്നേ, ചെമ്പകപ്പൂമലരേ എന്റെ ചെമ്പകപ്പൂമലരേ, തക്കാളിച്ചോപ്പുള്ള നിങ്ക വീടോരത്ത് നാണത്തിനുണക്കുഴിയോ, തക്കാളിച്ചോപ്പുള്ള നിങ്ക വീടോരത്ത് നാണത്തിനുണക്കുഴിയോ, പുന്നാര പാട്ടു ഞാൻ പാടിയാലും പുഞ്ചിരി തൂകുന്നോളേ, പൊന്നും പൂവേ നിന്നെ കാണാ എന്തോരഴകാണെന്നേ, ചെമ്പകപ്പൂമലരേ എന്റെ ചെമ്പകപ്പൂമലരേ, ചിന്താവീഴോരത്തെ ചെന്താമര ഞാനൊന്ന് തൊട്ടോട്ടെ, ചിന്താവീഴോരത്തെ ചെന്താമര ഞാനൊന്ന് തൊട്ടോട്ടെ, നിന്നെ കുറിച്ചു ഞാൻ പാടിയാലും കാണാനഴകുള്ളോളേ, പൊന്നും പൂവേ നിന്നെ കാണാ എന്തോരഴകാണെന്നേ, ചെമ്പകപ്പൂമലരേ എന്റെ ചെമ്പകപ്പൂമലരേ, എന്റെ ചെമ്പകപ്പൂമലരേ എന്റെ ചെമ്പക
നാണം വന്നു ചെട്ടക്കാരൻ ഇത് പറയുന്നതാണ് എന്റെ മുഖത്തേക്ക് എനിക്ക് ഭയങ്കര നാണം വന്നു. ഞാന് ചെമ്പകപ്പൂവലരെ അടിപൊളിയാട്ടാ, നല്ല രസമുണ്ട്. അപ്പൊ ഞാനോർത്തെ മറ്റേ പാട്ടാ ചെമ്പകപ്പൂമേനിയാണ് അതാണ്. ചേട്ടാ ചേച്ചിക്ക് ഇതുപോലെ പാടിയൊക്കെ കൊടുക്കാറുണ്ടോ? പുള്ളിക്കാരത്തേക്ക് പാട്ടെന്ന് പറഞ്ഞാൽ ജീവിക്കണം, എന്നെ കൊണ്ട് എപ്പോഴും പാടിക്കണം. അങ്ങനെ ഇടക്കൊക്കെ ഞാൻ പാടാറുണ്ട്. പാടിക്കൊടുക്കും. പുള്ളിക്ക് ഞാൻ പരിപാടിക്കൊക്കെ പോകണ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇപ്പൊ പരിപാടിക്ക് പോകാറുണ്ടോ? നാടൻ പാട്ടിനാണോ പോകുന്നത്? അല്ല, ഞാൻ അത്യാവശ്യം ഇങ്ങനെ ഗസ്റ്റായിട്ട് വിളിക്കുമ്പോഴാണ് പോകണം. അപ്പൊ അവിടെ പോയി നാടൻ പാട്ടും പാടും, സിനിമ പാട്ടും എല്ലാം പാടും. എന്റെ കൂടെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്ത് ഞങ്ങളുടെ ചാനലിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നൊക്കെ വളരെ സന്തോഷം. പ്രത്യേകിച്ച് സുഭാഷ് ചേട്ടന് കഷീനെ എനിക്ക് പിടിച്ചോണ്ട് ചൂണ്ടയിട്ട് പിടിച്ച് തന്നല്ലോ. ഇറയിട്ട് ഞാൻ വെച്ചിരുന്നു ആത്മാർത്ഥ സുഹൃത്താണ്. അതുകൊണ്ടല്ല, പണ്ടോട്ടെ ഞങ്ങൾ എങ്ങനെ തന്നെയാണ് എല്ലാ കാര്യത്തിലും. അനിലേട്ടൻ തന്നപ്പോ പറഞ്ഞു ഇവനെ വിളിച്ചാൽ കിട്ടൂന്ന് എന്റെ അടുത്ത് പറഞ്ഞു. പിന്നെ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത പ്രഭാതേട്ടന് പ്രത്യേകം നന്ദി. ഇല്ലെങ്കിൽ ഇവരെന്നെ മുഖ്യേനെ, ഇവര് വേണ്ടടാന്ന് പറഞ്ഞേനെ. അനിവാരണത്തിന് വൈറലാക്കിയത് ഞങ്ങളാ. പിന്നെ ഒരു വീഡിയോ എടുത്തിട്ട് കടപ്പുറത്ത് നിന്ന് വീഡിയോ എടുത്തപ്പോ അനിവാരണം വൈറലായി. അവന് അസാധ്യ കഴിവാണ്. നല്ല കഴിവ്. പിന്നെ ചേട്ടാ മീൻ പെടക്കണ മീൻ, ശ്വാസം മുട്ടി ചാവണ മീനെ, ശ്വാസം അതന്നെ ഇങ്ങനെ പെടഞ്ഞ് ചാവണ മീനെ തരൂല്ലേ ഞങ്ങക്ക്? തരൂല. അപ്പൊ ചേട്ടാ ഭയങ്കര സന്തോഷം. നിങ്ങളുടെ ജീവിതത്തിലെ കുറച്ച് നല്ല സമയം ഞങ്ങൾക്ക് തന്നതിന് താങ്ക് യു. അപ്പം ലാസ്റ്റ് എൻഡിന് വേണ്ടിയിട്ട് ബൈചേട്ടൻ ടീമും എനിക്ക് നല്ലൊരു പാട്ട് പാടിത്തരും. ചേട്ടാ റെഡി അല്ലേ? റെഡി, 1 2 3. തോട്ടിലൊക്കെ പായണു കുതിര, കടയിലെല്ലാം വിൽക്കണത് ചീര, ചീര വിൽക്കണ പെണ്ണിന്റെ പേര് മീര, ചീര വിൽക്കണ ചിരന വേണമാ, ചീര വിൽക്കണ മിരന വേണമാ, ദേവാസി വാണിട് കാലം, തോട്ടിലൊക്കെ പായണു കുതിര, ദേവാസി വാണിട് കാലം, തോട്ടിലൊക്കെ പായണു കുതിര, കടയിലെല്ലാം വിൽക്കണത് ജീൻസ്, ജീൻസ് വിൽക്കണ പെണ്ണിന്റെ പേര് ജീന, ജീന വിൽക്കണ പെണ്ണിനെ വേണമാ, ജീൻസ് വിൽക്കണ ജീനനെ വേണമാ, ദേവാസി വാണിടും കാലം, തോട്ടിലൊക്കെ പായണു കുതിര, ദേവാസി വാണിടും കാലം, തോട്ടിലൊക്കെ പായണു കുതിര, കടയിലെല്ലാം വിൽക്കണത് സാരി, സാരി വിൽക്കണ പെണ്ണിന്റെ പേര് സൈന, സൈന വിൽക്കണ സാരിനെ വേണമാ, സാരി വിൽക്കണ സൈനനെ വേണമാ, ദേവാസി വാണിടും കാലം, തൊട്ടിലൊക്കെ പായണു കുതിര, ദേവാസി വാണിടും കാലം, തൊട്ടിലൊക്കെ പായണു കുതിര, കടയിലെല്ലാം വിൽക്കണത് കടയിലെല്ലാം വിൽക്കണത് നൈറ്റി, നൈറ്റി വിൽക്കണ പെണ്ണിന്റെ പേര് നൈന, നൈന വിൽക്കണ നൈറ്റിനെ വേണമാ, നൈറ്റ് വിൽക്കണ നൈനെ വേണമാ, ദേവാസി വാണിടും കാലം, തൊട്ടിലൊക്കെ പായണു കുതിര, ദേവാസി വാണിടും കാലം, തൊട്ടിലൊക്കെ പായണു കുതിര, കടയിലെല്ലാം വിൽക്കണത് റമ്മ്, റമ്മ് വിൽക്കണ പെണ്ണിന്റെ പേര് റൈല, റൈല വിൽക്കണ റമ്മിനെ വേണമാ, റമ്മ് വിൽക്കണ റൈലിനെ വേണമാ, ദേവാസി വാണിടും കാലം, തൊട്ടിലൊക്കെ പായണു കുതിര, ദേവാസി വാണിടും കാലം, തൊട്ടിലൊക്കെ പായണു കുതിര, തൊട്ടിലൊക്കെ പായണു കുതിര, തൊട്ടിലൊക്കെ പായണു കുതിര.